Next problem is draw the Hasse diagram of D30, divides. Draw the Hasse diagram of D30, divides. അപ്പോൾ ഈ D30 എന്ന് പറഞ്ഞാൽ എന്താ? D30 means the divisors of 30. D30 എന്ന് പറഞ്ഞാൽ D30 പറയും, D100 പറയും. അപ്പോൾ ഈ D100 അല്ലെങ്കിൽ D30 എന്നൊക്കെ പറഞ്ഞാൽ ഏതാണോ നമ്പർ തരുന്നത് ആ നമ്പറിൻ്റെ ഡിവൈസേഴ്സിൻ്റെ സെറ്റിനെയാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ D30 എന്ന് പറയുന്നത് ഡിവൈസേഴ്സ് ഓഫ് 30 ആണ്. ദാറ്റ് ഈസ് 30യുടെ ഡിവൈസേഴ്സ് ആരൊക്കെയാണ്? D30 ഈസ് ഈക്വൽ ടു 30യുടെ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്ന എലമെൻസിൻ്റെ സെറ്റിനെയാണ് D30 എന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഈസ് എ ഡിവൈസർ ഓഫ് 30 ആണ്, 5 ഈസ് എ ഡിവൈസർ ഓഫ് 30, 6 ഈസ് എ ഡിവൈസർ ഓഫ് 30, 10 ഈസ് എ ഡിവൈസർ ഓഫ് 30, 15 ഈസ് എ ഡിവൈസർ ഓഫ് 30 ആൻഡ് 30 ഈസ് എ ഡിവൈസർ ഓഫ് 30. അപ്പോൾ ഇത്രയും ഡിവൈസേഴ്സ് ആണുള്ളത്. D30 ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5, 6, 10, 15, 30. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണ്? ഡിവൈഡ്സ് എന്ന് പറയുന്ന റിലേഷനാണ്. ആ ഡിവൈഡ്സ് എന്ന് പറയുന്ന റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം റിലേഷൻ ആദ്യം നമുക്ക് എഴുതി നോക്കാം. R എഴുതുന്നു. R ഈസ് ഈക്വൽ ടു സെറ്റ്, ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 ഡിവൈഡ്സ് 1 ആണ് അല്ലേ? 1 ഡിവൈഡ്സ് 1. ഇപ്പോൾ A ഡിവൈഡ്സ് B എന്ന് എപ്പോഴാണ് പറയുന്നത്? A ഡിവൈഡ്സ് B. അല്ലെങ്കിൽ ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം 3 ഡിവൈഡ്സ് 15 എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഈ 15 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 15നെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് 3 ഡിവൈഡ്സ് 15 എന്ന് പറയുന്നത്. അപ്പോൾ A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ ആ B എന്ന് പറയുന്ന നമ്പറിനെ A കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 1 ഡിവൈഡ്സ് 1 ആണ് അല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റ് ആറിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എന്ത് വരും? 1 എന്ന് വരും. ദെൻ 1 ഡിവൈഡ്സ് 2 ആണ്. സോ നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് 1, 2. ദെൻ 1 ഡിവൈഡ്സ് 3, സോ 1, 3. 1 divides 5, that is 1, 5. 1 divides 6, so 1, 6. 1 divides 10, that is 1, 10. 1 divides 15, that is 1, 15. Then 1 divides 30, so 1, 30. Then 2 എടുക്കുന്നു. 1 വെച്ച് 1 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന എല്ലാ റിലേഷനും നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത 2 എടുക്കുന്നു. അപ്പോൾ 2 എടുക്കുമ്പോൾ 2 ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ 2 ഡിവൈഡ്സ് 1 ആണോ? 2 നോട്ട് ഡിവൈഡ്സ് 1 ആണ് അല്ലേ? 2 നോട്ട് ഡിവൈഡ്സ് 1 ആണ്. അപ്പോൾ 2, 1 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ എടുക്കുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ഡിവൈഡ്സ് ആയിട്ടുള്ള എല്ലാമേ കിട്ടുള്ളൂ. പക്ഷേ ലെഫ്റ്റിലേക്ക് അത് പോകുമ്പോൾ നോട്ട് ഡിവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ലെഫ്റ്റിലേക്കുള്ള എലമെൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇവിടെ റിലേഷൻ ഫോം ചെയ്യണ്ട. നമ്മൾ 2 എടുത്താൽ 2 ഡിവൈഡ്സ് 2 ആണ്. സോ 2, 2 ഈസ് ആൻ എലമെൻറ്റ്. ദെൻ 2 ഡിവൈഡ്സ് 3 ആണോ? അല്ല. 2 ഡിവൈഡ്സ് 5 ആണോ? അല്ല. പിന്നെ ഏതാ? 2 ഡിവൈഡ്സ് 6 ഉണ്ട്. ദെൻ 2 ഡിവൈഡ്സ് 10 ഉണ്ട്. അടുത്ത ഏതാ? 2 ഡിവൈഡ്സ് 30. ഏതില്ല? 2 ഡിവൈഡ്സ് 15 അല്ല. സോ 215 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടില്ല. 2 ഡിവൈഡ്സ് 30. അടുത്ത മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കുന്നു. ദറ്റ് ഈസ് 3 ആണ്. 3 ഡിവൈഡ്സ് 3, സോ 3, 3. ദെൻ 3 ഡിവൈഡ്സ് 6, സോ 3, 6. 3 ഡിവൈഡ്സ് 15, സോ 3, 15 ആൻഡ് 3, 30. Then 5, 5, 5, 10, 5, 15, 5, 30. Then 6 divides 6 and 6 divides 30. 6, 30. ആ 2 എലമെൻറ്റ്സേ വരുള്ളൂ അല്ലേ? അടുത്തത് 10 ആണ്. സോ 10 ഡിവൈഡ്സ് 10, 10 ഡിവൈഡ്സ് 30. Then 15 divides 15 and 15, 30. And last element is 30, 30. ഇത്രയാണ് എലമെൻറ്റ്സ്. അപ്പോൾ 6 എന്ന് പറയുന്ന റിലേഷനകത്ത് ഇത്രയും എലമെൻറ്റ്സ് നമുക്കുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ഹാസി ഡയഗ്രമാണ് വേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന റിലേഷനിൽ നിന്ന് റിഫ്ലെക്സീവ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ റിഫ്ലെക്സീവ് 1, 1 റിഫ്ലെക്സീവ് ആണ്, അത് വേണ്ട. പിന്നെ 2, 2 റിഫ്ലെക്സീവ് ആണ്, അത് വേണ്ട. പിന്നെ
3 റിഫ്ലെക്സീവ് ആണ്, അത് വേണ്ട. പിന്നെ ഏത് 5 റിഫ്ലെക്സീവ് ആണ്, അത് വേണ്ട. പിന്നെ 6 റിഫ്ലെക്സീവ് ആണ്, അത് വേണ്ട. ദെൻ 10 വേണ്ട. 15 ക്യാൻസൽ ചെയ്യുന്നു. ദെൻ 30 ക്യാൻസൽ ചെയ്യുന്നു. ഇത്രയും റിഫ്ലെക്സീവ് എലമെൻറ്റ്സ് ആണ്, ഇതൊന്നും വേണ്ട. ഇനി അടുത്ത് നോക്കേണ്ടത് ട്രാൻസിറ്റീവ് എലമെൻറ്റ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ട്രാൻസിറ്റീവ് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാൻസൽ ചെയ്യാത്ത ആദ്യത്തെ എലമെൻറ്റ് 1, 2 ആണ്. പിന്നെ എന്ത് ചെയ്യണം? 2 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്, 2 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 2, 6 ഉണ്ട്, 2, 10 ഉണ്ട്, 2, 30 ഉണ്ട്. അപ്പോൾ ഈ 3 എലമെൻറ്റുമായിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കണം. അപ്പോൾ 1, 2, 2, 6, 1, 2, 2, 6 ട്രാൻസിറ്റീവ് എലമെൻറ്റ് ആര് വരും? 1, 6 എന്ന് വരും. 1, 2, 2, 6 ട്രാൻസിറ്റീവ് എലമെൻറ്റ് ഈസ് 1, 6. 1, 6 ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ 1, 2, 2, 10 ഏതാ ട്രാൻസിറ്റീവ് എലമെൻറ്റ്? ദറ്റ് ഈസ് 1, 10. 1, 10 എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് ആണ്, അത് ക്യാൻസൽ ചെയ്തു. ദെൻ 1, 2, 2, 30 ദറ്റ് ഈസ് 130. 130 എന്ന് പറയുന്നതും ട്രാൻസിറ്റീവ് എലമെൻ്റ് ആണ്, അതും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് 1, 3 എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. 1, 3. അപ്പോൾ ട്രാൻസിറ്റീവ് എലമെൻറ്റ് നോക്കണമെങ്കിൽ 3 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 3, 6 ഉണ്ട്, 3, 15 ഉണ്ട്, 3, 30 ഉണ്ട്. ഇത് മൂന്നുമായിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കുക. ദറ്റ് ഈസ് 1, 3, 3, 6 ഏത് വരും? 1, 6. അത് നേരത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ 1, 3, 3, 15 ദറ്റ് ഈസ് 115. അതും എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്യില്ല, അത് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. 115 അത് ക്യാൻസൽ ചെയ്തു. ദെൻ 1, 3, 3, 10 1, 3, 3, 10 എന്ത് കിട്ടും? 130. അത് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത്, നേരത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഇനി അടുത്ത എലമെൻ്റ് എടുത്തു. ദറ്റ് ഈസ് 1, 5 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. ദെൻ 5 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 5, 10 ഉണ്ട്, 5, 15 ഉണ്ട്, 5, 30 ഉണ്ട്. അപ്പോൾ 1, 5, 5, 10 ഏത് വരും? ട്രാൻസിറ്റീവ് എലമെൻറ്റ് 1, 10 അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 1, 5, 5, 15 ദറ്റ് ഈസ് 115 അതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 1, 5, 5, 30 ദറ്റ് ഈസ് 130 അതും നേരത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്ത ക്യാൻസൽ ചെയ്യാത്ത അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് 2, 6 ആണ്. അപ്പോൾ 2, 6ൽ 6 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന എലമെൻ്റ് ഉണ്ടോ? 630 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട് അല്ലേ? അതെന്ത് ചെയ്യാം? നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. അപ്പോൾ 2, 6, 630 എന്ത് വരും? 230 എന്ന് പറയുന്ന എലമെൻറ്റ് വരും. 230 ക്യാൻസൽ ചെയ്യുന്നു. ദെൻ അടുത്തത് 2, 10 10 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 1030 ഉണ്ട്. 2, 10, 1030 എന്ത് വരും? 230 അത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ 3, 6 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 630 ഉണ്ട്. അപ്പോൾ 3, 6, 630 എന്ത് വരും? 330 എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് എലമെൻ്റ് ആണ്. 330 ക്യാൻസൽ ചെയ്തു. ദെൻ 3, 15 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന 1530 ഉണ്ട്. അപ്പോൾ 3, 15, 1530 എന്ത് വരും? 330 അത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്യാൻസൽ ചെയ്യാത്ത എലമെൻറ്റ് 5, 10 ആണ്. 5, 10, 1030 5, 10, 1030 ട്രാൻസിറ്റീവ് എലമെൻറ്റ് ഈസ് 530 ട്രാൻസിറ്റീവ് ആണ്, അത് ക്യാൻസൽ ചെയ്തു. അടുത്തത് 5, 15, 1530 ട്രാൻസിറ്റീവ് എലമെൻറ്റ് 530 ആണ്, അത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ 630 30 ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്ന വേറെ ഒരു എലമെൻറ്റും ഇല്ല അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ട്രാൻസിറ്റീവ് എലമെൻറ്റ്സ് ഒന്നും കിട്ടില്ല. 630, 1030, 1530 അത്രയും എലമെൻറ്റ്സ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാത്ത റിലേഷൻ ഒന്നുകൂടെ നമുക്ക് എടുത്തെഴുതാം. ഏതൊക്കെയാണ്? 1, 2 ഉണ്ട്, ദെൻ 1, 3 ഉണ്ട്, 1, 5 ഉണ്ട്, ദെൻ 2, 6 ഉണ്ട്, 2, 10 ഉണ്ട്, 3, 6 ഉണ്ട്, ദെൻ 3, 15 ഉണ്ട്, 5, 10 ഉണ്ട്, 5, 15 ഉണ്ട്, ദെൻ 530 ഉണ്ട്. 530 ഇല്ല, 530 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്ത ഏതാ? 630 530 അല്ല, 630 630 ഉണ്ട്, ദെൻ 630, ദെൻ 1030 ആൻഡ് 1530. അപ്പോൾ അടുത്ത് നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് ഹാസി ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് 1 റിലേറ്റഡ് ടു 2 ആണ്. സോ 1 ഈസ് റിലേറ്റഡ് ടു 2.
അപ്പോൾ 1 റിലേറ്റഡ് ടു 2. 1 is related to 2. Then 1 is related to 3. 1 related to 3 ആണ്. സോ 1ന് മുകളിലായിട്ട് 3 വരച്ചു. 1 is related to 3. Then 1 related to 5. 1 is related to 5. 1 5. Then അടുത്ത എന്താ? 2 is related to 6. ഇപ്പോൾ 2ന് മുകളിലായിട്ട് 6 വരയ്ക്കണം. 2 എലമെൻറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. 2 related to 6 ആയതുകൊണ്ട് 2 is related to 6. Then 2 is related to 10. അല്ലേ? ഇപ്പോൾ 2 related to 10 ആണ്. അപ്പോൾ അടുത്ത എലമെൻറ്റ് 10 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരച്ചു. 2 related to 10. ഇനി അടുത്ത ഏതാ? 3 6. 3 is related to 6. So 3 is related to 6. Then 3 15. 3 15. 3 is related to 15 എന്ന് വരും. സോ 15 എന്ന് പറയുന്ന പുതിയ എലമെൻറ്റ് കൊടുത്തു. 3ക്ക് മുകളിലായിട്ട് തന്നെ കൊടുത്തു. ദാറ്റ് ഈസ് 3 ഈസ് റിലേറ്റഡ് ടു 15. ദെൻ 5 10. 5 ഈസ് റിലേറ്റഡ് ടു 10. 5 ഉണ്ട് 10 ഉണ്ട്. അത് തമ്മിൽ റിലേഷൻ വരയ്ക്കാം. ദെൻ 5 ഈസ് റിലേറ്റഡ് ടു 15. 5 15. 5 ഈസ് റിലേറ്റഡ് ടു 15. അതും വരച്ചു. ദെൻ 6 30. 6 ഈസ് റിലേറ്റഡ് ടു 30. ഇപ്പോൾ 30 എന്ന് പറയുന്ന എലമെൻറ്റ് 6ന് മുകളിലായിട്ട് കൊടുത്തു. 6 ഈസ് റിലേറ്റഡ് ടു 30. ദെൻ 10 ഈസ് റിലേറ്റഡ് ടു 30. 10 30. ആൻഡ് 15 ഈസ് റിലേറ്റഡ് ടു 30. വിച്ച് ഈസ് ദി ഹാസി ഡയഗ്രാം ഓഫ് D30. ഇപ്പോൾ D30, ഡിവൈഡ്സ് എന്ന് പറയുന്ന പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഹാസി ഡയഗ്രമാണ് ഇവിടെ നമ്മൾ വരച്ചെടുത്തത്. മനസ്സിലായോ?